ഞാനിപ്പോ നിൽക്കുന്ന എന്റെ സെലോഷ്യ ചെടികളുടെ അടുത്താണ്. അപ്പൊ സെലോഷ്യ ചെടികൾ നമുക്ക് കോഴിവാലൻ ചെടി എന്നൊക്കെ വിളിക്കുന്ന ചെടിയാണ് ഈ സെലോഷ്യ ചെടി. ഇത് നമ്മുടെ ഗാർഡനെ നല്ല മനോഹരമാക്കി തീർക്കണ ഒരു ചെടിയാണ് കേട്ടാ. കാരണം ഇതിൽ ഇതേപോലെ കൊലകുത്തി ധാരാളം പൂക്കൾ ഉണ്ടാവും. വലിയ പരിചരണം ഒന്നും വേണ്ട. നമ്മുടെ ഗാർഡന്റെ സൈഡിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ. പല കളറിലുള്ള പൂക്കളുള്ള സെലോഷ്യ ചെടികളുടെ തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്കത് ഗ്രോ ബാഗിലോ HDP ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെ നട്ടുകൊടുക്കാം. ഇത് നല്ല ഭംഗി, പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട. കണ്ട ഇതേപോലെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളും വേണ്ട. ഇതിന്റെ ഇലകളൊക്കെ ഇതേപോലെയാണ് ഇലകളൊക്കെ ഇരിക്കണത്. നമ്മ വല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് മാത്രം നട്ടുകൊടുത്താൽ മതി. പിന്നെ നനച്ചു കൊടുത്താൽ മതി. നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും. നല്ല വെയിലുള്ള സ്ഥലം വേണോട്ടെ സെലോഷ്യ ചെടികൾ നടാനായിട്ട്. എന്നാലാണ് ഇതേപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ കണ്ട, ഇതിന്ന് വിത്തുകൾ കിട്ടും. ഇതിന്റെ ഈ ചീരയുടെ അരി പോലെ തന്നെയാണ് ഇതിന്റെ വിത്തുകൾ. കണ്ട ഇതിലൊക്കെ ഫുള്ള് വിത്തുകളായിരിക്കുള്ളൂ. ആ വിത്തുകള് പാകി മുളപ്പിച്ച് നമുക്ക് പറിച്ചിടാം, അല്ലെങ്കിൽ കമ്പ് മുറിച്ച് നട്ടിട്ടായാലും നടാം. അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും സെലോഷ്യ പ്ലാന്റ് ഒക്കെ നടണം.